Assalamu alaikum wa rahmatullahi wa barakatuh. The political and cultural history of Muslim dynasties in South India എന്ന ഓൺലൈൻ വർക്ക്ഷോപ്പിന്റെ 5ാമത്തെ സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മള് ബഹ്മാനി സുൽത്താനേറ്റ്, ബീജാപ്പൂർ സുൽത്താനേറ്റ്, നിസാം ഷാഹി എന്നീ സെഷൻസ് ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ഇന്നത്തെ നമ്മുടെ സെഷൻ കൈകാര്യം ചെയ്യുവാൻ വേണ്ടി ഡോക്ടർ സൈഫുദ്ദീൻ സാറിനെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൗത്ത് ഇന്ത്യൻ മുസ്ലിം രാജഭരണകൂടങ്ങളുടെ ചരിത്രത്തിൽ നിർണായകമായ പങ്കുവഹിച്ച മറ്റൊരു സുൽത്താനേറ്റാണ് ഇമാദ് ഷാഹി സുൽത്താനേറ്റ്, അല്ലെങ്കിൽ അതിനെ വേരാർ സുൽത്താനേറ്റ് എന്നും വിളിക്കുന്നത് നമുക്ക് കാണാം. 1490 മുതൽ 1574 വരെയുള്ള കാലഘട്ടത്തിലാണ് ഇമാദ് ഷാഹി ഡൈനാസ്റ്റിയുടെ പ്രബലമായ കാലഘട്ടം. സാധാരണ കുറച്ചും കൂടി ഒരു 19 വർഷം ഇതിനോട് ചേർത്ത് പറയാറുണ്ട്. 1630കളുടെ ഒരു കാലഘട്ടം കൂടി പറയാറുണ്ടെങ്കിൽ പോലും ഈ ബേരാർ എന്ന് പറയുന്ന പ്രദേശത്തിന്റെ ഒരു സുപ്രധാനമായ ഭരണകാലഘട്ടം അത് 1574 വരെയുള്ള കാലഘട്ടമാണ്. ഈ ഒരു കാലഘട്ടം മറ്റുള്ള സൽത്തനത്തുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി പുറം ലോകവുമായി കൂടുതൽ ബന്ധമില്ലാത്ത, കൂടുതൽ ഒരു ഉൾനാടൻ ഇൻലാൻഡ് പ്രദേശങ്ങളിലാണ് ബെരാർ സൽത്തനത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ മുമ്പ് സൽത്തനത്തുകളെ കുറിച്ച് സംസാരിച്ചിരുന്നത് പോലെ ബീജാപ്പൂർ സൽത്തനത്താവട്ടെ, അഹമ്മദ്നഗർ സൽത്തനത്താവട്ടെ, ഇവർക്കൊക്കെയും മറ്റു പല ഒരു അധിനിവേശ ശക്തികളുമായി, പ്രത്യേകിച്ച് പാശ്ചാത്യ അധിനിവേശ ശക്തികളുമായിട്ടുള്ള ചില ഇടപെടലുകൾ, യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ചില സാന്നിധ്യങ്ങളൊക്കെ നമുക്ക് കാണാം. എന്നാൽ ഈ ഒരു സൽത്തനത്ത് കുറച്ചും കൂടി ഉള്ളിൽ ആയിരുന്നത് കൊണ്ട് അവരവരുടെ പ്രദേശങ്ങളിലുള്ള വളരെ ഭദ്രമായ കോട്ടകൾ കെട്ടിപ്പടുത്തുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു ഭരണകൂടമാണ്. എങ്കിൽ പോലും ചുറ്റുപാടുമുണ്ടായിരുന്ന ഗുജറാത്ത് സൽത്തനത്ത്, അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ തന്നെ ഉണ്ടായിരുന്ന ഖാൻദേശ് സൽത്തനത്ത് എന്ന് പറയുന്ന ഫാറൂഖി ഡൈനാസ്റ്റി, അഹമ്മദ് നഗർ സൽത്തനത്ത്, ബീജാപ്പൂർ സൽത്തനത്ത് എന്നുപോലെ സൽത്തനത്തുകളുടെയൊക്കെയും ചില യുദ്ധ ഇടപെടലുകൾ ഈ ഒരു സൽത്തനത്ത് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എങ്കിലും ഏകദേശം കുറച്ച് കാലഘട്ടമെങ്കിലും ഇവർക്ക് ഈ നാടുകൾ ഭരിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെ വളരെ ശ്രദ്ധേയമായ ഒരു വസ്തുതയാണ്. അപ്പോൾ ഇതിന്റെ ഈ ഒരു സൽത്തനത്തിന്റെ രൂപീകരണ പശ്ചാത്തലം നമ്മൾ മുമ്പ് പറഞ്ഞ ആദിൽ ഷാഹി ആവട്ടെ, അതുപോലെ തന്നെ നിസാം ഷാഹി ഡൈനാസ്റ്റി ആവട്ടെ, ബിജാപ്പൂർ സൽത്തനത്തോ ബഹ്മനി ഈ മറ്റുള്ള ഡൈനാസ്റ്റികളുടെ പോലെ തന്നെ അതേ കാരണം നമുക്ക് ബേരാർ സൽത്തനത്തിനും കാണുവാൻ പറ്റും. കാരണം ബഹ്മനി സൽത്തനത്തിന്റെ തകർച്ച, പ്രത്യേകിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രൊവിൻഷ്യൽ സിസ്റ്റം ഉണ്ടായിരുന്നല്ലോ, ഒരു തറഫ് എന്ന് പറയുന്ന സംവിധാനം ഉണ്ടായിരുന്നു. അതിന്റെ ഗവർണറെ തറഫ്ദാർ എന്നാണ് വിളിച്ചിരുന്നത്. ഇവർക്ക് വളരെ ഇൻഡിപെൻഡന്റ് ആയിരുന്ന ഒരു റീജിയണൽ എക്സിക്യൂട്ടീവ്, ഫൈനാൻഷ്യൽ, മിലിറ്ററി അതോറിറ്റി ഉണ്ടായിരുന്നു. ഇവർ ഈ ഒരു അതോറിറ്റിയെ പരമാവധി ഉപയോഗിച്ചിരുന്ന ഒരു പശ്ചാത്തലവും ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ബഹ്മനി ഒരു പ്രധാനമന്ത്രിയായിരുന്ന മഹ്മൂദ് ഗവാൻ, അദ്ദേഹത്തിന്റെ കൊലപാതകത്തോടു കൂടി 1481 അദ്ദേഹത്തിന്റെ കൊലപാതകത്തോടു കൂടി ഈ പറയുന്ന ശക്തികൾ, ബീജാപ്പൂർ ആവട്ടെ, അഹമ്മദ്നഗർ ആവട്ടെ, അതിന്റെ കൂടെ തന്നെ ബീരാർ സൽത്തനത്ത് ആവട്ടെ, സ്വതന്ത്രമായി മാറുകയും അവരവരുടെ പ്രദേശത്ത് ഒരു സ്വതന്ത്ര ഭരണാധികാരിയായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ചരിത്രമാണല്ലോ ഉണ്ടായിരുന്നത്. അതേ ചരിത്രം തന്നെയാണ് നമുക്ക് ബീരാർ സൽത്തനത്തിന്റെയും തുടക്കത്തിന് കാരണം. അതിന് പ്രധാനമായും അതിന് ഫൗണ്ടറായി മാറിയത് അവിടെ ഉണ്ടായിരുന്ന ഫതഹുല്ല എന്ന് പറയുന്ന ഒരു സൈനിക കമാൻഡറിന്റെ നേതൃത്വത്തിലാണ് തുടക്കമിടുന്നത്. താരിഖ് ഫരിഷ്തയില് ഇത് പ്രത്യേകം തന്നെ എടുത്ത് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ചരിത്രവും മുമ്പ് പല സൽത്തനത്തുകളുടെ കമാൻഡർമാരെ പോലെ തന്നെ ഒരു നോൺ മുസ്ലിം പശ്ചാത്തലത്തിലായിരുന്ന ഒരു മനുഷ്യൻ പിന്നീട് ഇവരുടെ ബഹ്മനി സാമ്രാജ്യത്തിലോട് ചേരുകയും കൊട്ടാരത്തിൽ വളരുകയും മുസ്ലിമായി ഉയർന്നു വരികയും അത് ഒരു വളരെ ഏബിളായ, കപ്പാബിളായ ഒരു മിലിറ്ററി കമാൻഡറായും ഗവർണറുമായൊക്കെ ഉയർന്നു വരുന്ന ഒരു പശ്ചാത്തലം നമുക്ക് കാണാം. ഈ ഒരു ഘട്ടത്തിലാണ് മഹ്മൂദ് ഗവാൻ, അതായത്
നമ്മുടെ ബഹ്മനി സൽത്തനത്തിന്റെ പ്രധാനപ്പെട്ട ഭരണാധികാരിയായിരുന്ന മുഹമ്മദ് ഗവാൻ ഇദ്ദേഹത്തെ ബെരാർ ഭാഗത്തെ ഇമാദുൽ മുൽക്ക്, പില്ലർ ഓഫ് കിങ്ഡം എന്നാണ്. ഇമാദ് എന്ന് വെച്ചാൽ സ്തൂപം എന്നാണ് അർത്ഥം. അപ്പോൾ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പൊസിഷനാണ് ഇമാദുൽ മുൽക്ക്. ആ ഒരു സ്ഥാനം നൽകുകയും അദ്ദേഹത്തെ ആ ഭാഗത്ത്, ഈ ബെരാർ ഭാഗത്തെ, ബെരാർ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട ഒരു ഉൾനാടൻ പ്രദേശമാണ്, ആ ഭാഗത്തെ കാക്കുകയും ഈ ഗവിൽഗാഡ് അതുപോലെ തന്നെ നർലത അടക്കമുള്ള പ്രദേശത്തിന്റെ ഒരു ഫോർട്രസ് അധികാരിയാക്കി ഇദ്ദേഹത്തെ മാറ്റുകയും ചെയ്യുന്നത് കാണാം. ഇദ്ദേഹം ആ പ്രദേശത്ത് ലോക്കലായ ആ പ്രദേശത്തുള്ള പ്രാദേശികവാസികളുടെ ഒരു സൈനിക ഒരു സംവിധാനം രൂപപ്പെടുത്തുകയും അതിന് പറ്റുന്ന മിലിറ്ററി കപ്പാസിറ്റി അദ്ദേഹം വളർത്തിയെടുക്കുകയും അതിന്റെ കൂടെ തന്നെ ആ ഭാഗത്തുണ്ടായിരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ക്വാളിറ്റി ഉണ്ടായിരുന്ന വിവിധ നേതാക്കന്മാരെ കൂടെ കൂട്ടിക്കൊണ്ട് ഒരു ഓട്ടോണമസ് ആയ ഭരണ സംവിധാനം തന്നെ ഈ ഗവാന്റെ കാലഘട്ടത്തിലും അദ്ദേഹം തുടരുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു തുടക്കമാണ് ഈ ബെരാർ സൽത്തനത്തിന് തുടക്കം കുറിക്കുന്നത്. പിന്നീട് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയുന്നത് അവരുടെ മറ്റു തല വളർച്ചകളാണ്. അതായത് 1490-കളിലെ അഹമ്മദ് നഗർ, ഈ ബഹ്മനി സൽത്തനത്തിന് തകർച്ചയോടുകൂടി അഹമ്മദ് നഗർ ഉണ്ടാവുന്നത്, ബിജാപൂർ നഗർ ഉണ്ടാവുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെ ഫതഹുല്ല അദ്ദേഹവും ഈ ഒരു സാഹചര്യം രൂപപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തേക്ക് കൂടുതൽ അധികാരം ചെലുത്തുകയും ബാക്കിയുള്ള ഭാഗങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും അങ്ങനെ ബെരാറിനെ സ്വതന്ത്രമായ ഒരു സൽത്തനത്തായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. ഇതിന് അദ്ദേഹത്തെ പ്രധാനമായും സഹായിച്ചത് അവിടുത്തെ ജിയോഗ്രഫിയും ഭൂമിശാസ്ത്രവും ആ ഉൾനാടൻ പ്രദേശത്തിന് സാമ്പത്തികമായ ഒരു സെൽഫ് സഫിഷ്യൻസിയുമാണ്. ഒരു സ്വതന്ത്രമായി നിലനിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടിയിട്ടാണ്. കാരണം അവിടെ വളരെ സസ്യസമ്പുഷ്ടമായ പച്ചക്കറികളാൽ സമ്പുഷ്ടമായ അഗ്രികൾച്ചറലും ഈ ആ ഒരു തരത്തിൽ വളരെ സമ്പുഷ്ടമായ പൂർണ്ണ റിവർ ബേസിൻ ഉള്ള ഭാഗമായിരുന്നല്ലോ. അതുപോലെ തന്നെ ഗാബിൽഗാഡ്, നർനള എന്ന് പറയുന്ന ഭാഗം അവിടെ തന്നെ വളരെ മലകളാൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശവും കൂടാണ്. അതുകൊണ്ട് തന്നെ ആ ടെറിട്ടറിയെ കൂടുതൽ തന്റെ കയ്യിലേക്ക് കൊണ്ടുവരികയും അവിടെ ഒരു ഫോർട്ട് സൃഷ്ടിച്ചുകൊണ്ട് തന്റെ അധികാരം മുഴുവൻ അതിൻ്റെ ഉള്ളിലാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ആ ലോക്കൽ ആയ ജനങ്ങളുടെ അവരിൽ നിന്ന് ആർമി ഉണ്ടാക്കുകയും പുറത്തുള്ള ആൾക്കാരുടെ സഹായം ഇല്ലാതെ തന്നെ ഇൻഡിപെൻഡന്റ് ആയി ഭരിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കിയത് അവിടുത്തെ ജിയോഗ്രഫിയുടെ ഒരു പ്രത്യേകതയും കൂടിയിട്ടാണ്. അദ്ദേഹം അത് ഉപയോഗപ്പെടുത്തുന്നത് നമുക്ക് കാണാം. ഈ ഒരു സൽത്തനത്തിന് ഇമാദുൽ ഷാഹി ടൈറ്റിൽ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഉണ്ടായിരുന്ന ഇമാദുൽ മുൽക്ക് എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഗവർണറിനോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റിൽ ഉണ്ടായിരുന്ന പ്രധാന ലീഡറിന് കൊടുക്കുന്ന സ്ഥാനമാണ്. അത് ബഹ്മനി സൽത്തനത്തിന്റെ ഒരു പശ്ചാത്തലത്തിലുള്ളതാണ്. അദ്ദേഹം അത് അതേപടി തുടരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അതുകൊണ്ടാണ് അത് ഇമാദ് ഷാഹി എന്ന് പറയുന്ന ഒരു ഡൈനാസ്റ്റിയുടെ പേരായി അദ്ദേഹം അത് സ്വയം ഏറ്റെടുക്കുകയാണ്. ഷാഹ് എന്ന് പറയുന്ന പദത്തിനും മറ്റൊരു പ്രത്യേകതയുണ്ട്. കാരണം ആ ഒരു കാലഘട്ടത്തിൽ പേർഷ്യൻ രാജാവിന്, പ്രത്യേകിച്ച് സഫവി രാജാവിന് ഉപയോഗിക്കുന്ന ടൈറ്റിലാണ് ഷാഹ് എന്ന് പറയുന്നത്. ആ ഷാഹ് ഇമാദ് എന്നതിലേക്ക് ചേർത്തുകൊണ്ട് ഒരു ഇൻഡിപെൻഡന്റ് ആയ ഒരു ഡിക്ലറേഷൻ നടത്തുന്ന, പ്രഖ്യാപനം നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇദ്ദേഹം കൊണ്ടെത്തിക്കുന്നത്. ഇങ്ങനെയാണ് ആ പ്രദേശത്തിന്റെ ഭരണാധികാരിയായി ഈ പറയുന്ന ഇദ്ദേഹം മാറുന്നത്. ഇമാദ് ഷാ എന്ന പേരിൽ അദ്ദേഹം മാറുന്നത് നമുക്ക് കാണുവാൻ പറ്റും. അതിന്റെ കൂടെ തന്നെ മിലിറ്ററി വളരെ സ്വതന്ത്രമായി, നമ്മൾ നേരത്തെ വിളിച്ചതുള്ള സ്വതന്ത്രമായ ഒരു മിലിറ്ററി ഉണ്ടാക്കുന്നു. അതിനാവശ്യമായ ലെജിറ്റിമസി അദ്ദേഹം രൂപീകരിക്കുന്നത് നമുക്ക് കാണുവാൻ പറ്റും. നേരത്തെ പറഞ്ഞതുപോലെ ഫതഹുല്ലക്ക് അടക്കം, ഫതഹുല്ല ഇമാദ് ഷാ എന്നാണല്ലോ അദ്ദേഹത്തിന് മുഴുവൻ പേര്. അദ്ദേഹം ബാക്കിയുള്ള മിലിറ്ററി കമാൻഡർമാരെ പോലെ തന്നെ അടിമകളായോ അല്ലെങ്കിൽ മിലിറ്ററി ലീഡേഴ്സായി വളർന്നു വന്നവരാണ്. അതുകൊണ്ട് തന്നെ നീണ്ട കാലത്തെ പ്രവർത്തന പരിചയം, യുദ്ധ മേഖലയിലെ പരിചയം, അഡ്മിനിസ്ട്രേറ്റീവ് മേഖലയിലെ പരിചയമെല്ലാം അവർ അതിന് പറ്റുന്ന തരത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരികയായിരുന്നു ചെയ്യുന്നത്. ഈ ഒരു രീതിയാണ് അദ്ദേഹം ഇമാദ് ഷാഹി ഡൈനാസ്റ്റി എന്ന് പറയുന്ന പുതിയൊരു സൽത്തനത്തിന് വഴിയൊരുക്കിയത്. മറ്റൊന്ന് നമ്മൾ പറയുമ്പോൾ ഇമാദ് ഷാഹി ഡൈനാസ്റ്റിയുടെ അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ടൈം ലൈനും കൂടി പ്രത്യേകം വിശദീകരിക്കേണ്ടതുണ്ട്. ഫതഹുല്ല ഇമാദ് ഷാഹിൽ നിന്ന് തുടങ്ങുന്ന 1490 മുതൽ 1504 വരെയുള്ള ഏകദേശം 14 വർഷം ഈ ഫതഹുല്ല ഇമാദ് ഷാ ഈ ഒരു സൽത്തനത്തിന് തുടക്കമിടുകയും അദ്ദേഹം ബാക്കി ഭരിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അദ്ദേഹം ചുറ്റുപാടുള്ള പ്രദേശങ്ങൾ തന്റെ അധികാര കീഴിലേക്ക് കൊണ്ടുവരുന്നു.
അച്ചൽപൂർ എന്ന് ഇന്ന് വിളിക്കുന്ന എലിച്ച്പൂർ എന്ന് പറയുന്ന സ്ഥലത്തെ അദ്ദേഹം ക്യാപിറ്റലായി, അദ്ദേഹത്തിന്റെ തലസ്ഥാനമായി സ്വീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, ബാക്കിയുള്ള ദക്കൻ സൽത്തനത്തിൽ നിന്ന് വളരെ ദൂരത്തേക്ക് മാറിക്കൊണ്ട് അവരിൽ നിന്ന് വല്ലാതെ ഈ അക്രമ ഭയമില്ലാത്ത ഒരു പ്രദേശമായിരുന്നു അച്ചൽപൂർ. അതിനെ തങ്ങളുടെ തലസ്ഥാനമായി സ്വീകരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം കൂടുതൽ സമാധാനപരമായ ഒരു ഭരണം അദ്ദേഹത്തിന് നിലനിർത്താൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം കൊണ്ടായിരുന്നു. അതിന്റെ കൂടെ തന്നെ ഈ ബേറാറിന്റെ ചുറ്റുപാടുമുള്ള മാഹൂർ അടക്കമുള്ള ഭാഗങ്ങളും അദ്ദേഹം വളരെ വിജയകരമായി തന്നെ തന്റെ അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നത് നമുക്ക് കാണാം. പിന്നീട് നേരത്തെ വിശദീകരിച്ച പോലെ ഗാവിൽഗാഡ്, നർനള പോലുള്ള പ്രദേശങ്ങളിൽ അവരുടെ ഒരു മൗണ്ടൻ, ഒരു മലയോര പ്രദേശം എന്ന നിലയിൽ അത് കൂടുതൽ ഭദ്രമായ, ബാക്കിയുള്ള പ്രാദേശിക ശക്തികളുടെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് കൊണ്ട് അവിടെ കൂടുതൽ കോട്ടകൾ കെട്ടി, മലയോര പ്രദേശങ്ങളിൽ തന്നെ കോട്ടകൾ കെട്ടി തന്റെ ബേരാർ സൽത്തനത്തിനെ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യം അദ്ദേഹം രൂപപ്പെടുത്തുന്നത് നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണുവാൻ പറ്റും. പിന്നീട് അതിനുശേഷം വരുന്ന ഭരണാധികാരി അലാവുദ്ദീൻ ഇമാദുൽ ഷായാണ്. ഈ അലാവുദ്ദീൻ ഇമാദുൽ ഷാ കുറച്ച് കൂടുതൽ കാലം ഭരിക്കുന്നുണ്ട്. 1504 മുതൽ 1529 വരെ ഏകദേശം 15 വർഷം അദ്ദേഹം അവിടെ ഭരിക്കുന്നത് നമുക്ക് കാണാം. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ധാരാളം പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ ഇദ്ദേഹം നേരിടുന്ന ചില ചരിത്രങ്ങൾ നമുക്ക് കാണുവാൻ പറ്റും. അതിൽ പ്രധാനപ്പെട്ടതൊന്ന് ഈ ബസ്രി എന്ന് പറയുന്ന പ്രദേശവുമായി ബന്ധപ്പെട്ട ഒരു കോൺഫ്ലിക്റ്റ് ആണ്. കാരണം അവിടെ ഉണ്ടായിരുന്ന നിസാം ഷാഹി ഡൈനാസ്റ്റിയുടെയും അവിടെ ഒരു ഫാമിലിയുടെ ചരിത്രം ഈ ബസ്രിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. കാരണം ആ നിസാം ഷാഹി ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ പോലും അവിടെ ഉണ്ടായിരുന്ന ഒരു ബ്രാഹ്മിൺ സമൂഹത്തിൽ നിന്ന് രൂപപ്പെട്ടതാണെന്നും അദ്ദേഹം പിന്നെ ഇത് പിടിക്കപ്പെട്ട് അതേ പിടിച്ചുകൊണ്ടുവന്ന് ബഹ്മനി സൽത്തനത്തിന്റെ കൊട്ടാരത്തിൽ വരികയും അവിടുന്ന് മുസ്ലിമായി വളരുകയും അവിടുന്ന് കമാൻഡറായി രൂപപ്പെടുകയും അങ്ങനെ വളർന്നു വരുന്ന ചരിത്രമാണല്ലോ ഇദ്ദേഹത്തിന്റെയും ബുർഹാൻ നിസാം ഷായുടെ ചരിത്രവും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രദേശം തങ്ങളുടെ ഫാമിലിയുടെ പ്രദേശമാണ് എന്നതുകൊണ്ട് തന്നെ ഈ നിസാം ഷാഹി ഡൈനാസ്റ്റിയുമായിട്ട് നിരന്തരം യുദ്ധത്തിൽ അലാവുദ്ദീൻ ഇമാദുൽ ഷായ്ക്ക് നേരിടേണ്ടി വരുന്ന ഒരു ചരിത്ര പശ്ചാത്തലം കൂടിയിട്ടുണ്ട്. അപ്പൊ ഈ ഇങ്ങനെയുള്ള നിരന്തര യുദ്ധം, ഈ പ്രാദേശിക ശക്തിയുമായിട്ടുള്ള നിരന്തര യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സാധാരണ എല്ലാ സൽത്തനത്തിലും സ്വീകരിക്കുന്നത് പോലെ തന്നെ മാരിറ്റൽ അലയൻസിന്റെ രീതികൾ സ്വീകരിക്കുന്നത് നമുക്ക് കാണാം. അത് പ്രധാനമായും ഈ അലാവുദ്ദീൻ അദ്ദേഹത്തിന്റെ സിസ്റ്ററിനെ, ഖദീജ എന്ന് പറയുന്ന സഹോദരിയെ ബീജാപൂർ സുൽത്താനായ ഇസ്മായിൽ ആദിൽ ഷായ്ക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണാം. അതോടുകൂടി ഒരു മാരിറ്റൽ അലയൻസ് ഉണ്ടാവുകയും വൈവാഹിക ബന്ധം വലിയൊരു പ്രാദേശിക ബന്ധമായി മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് ആ പാതിരി പിടിച്ചടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ പിന്നീട് തന്നെ വളരെ വൈകാതെ തന്നെ അത് നഷ്ടപ്പെടുന്നത് നമുക്ക് കാണാം. അതിന്റെ കൂടെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അലാവുദ്ദീൻ ഇമാദുൽ ഷായുടെ കാലത്ത് തന്നെ ഉണ്ടായതാണ് ഗുജറാത്ത് ഇന്റർവെൻഷൻ. ഈ മുസഫർ ഷാ എന്ന് പറയുന്ന ഒരാൾ സ്ഥാപിച്ചതാണല്ലോ ഗുജറാത്ത് സൽത്തനത്ത് എന്ന് പറയുന്നത്. അത് കുറച്ച് നോർത്തേൺ ഭാഗത്തെ പ്രധാനപ്പെട്ട ഒരു സൽത്തനത്താണ്. അതായത് ദക്കൻ സൽത്തനത്തിന് കുറച്ചപ്പുറം നിൽക്കുന്നതായതുകൊണ്ടും അവർ പ്രധാനപ്പെട്ട ഒരു ഇമ്പീരിയൽ താല്പര്യങ്ങൾ, സാമ്രാജ്യ താല്പര്യങ്ങൾ കൂടുതലുള്ള ഒരു സൽത്തനത്തായിട്ടാണ് ചരിത്രത്തിൽ നമുക്ക് ഈ ഗുജറാത്ത് സൽത്തനത്തിനെ കാണുവാൻ കഴിയുന്നത്. ഇദ്ദേഹം ഈ അഹമ്മദ് നഗർ ഡൈനാസ്റ്റിയുടെ അവരുടെ നിരന്തരമുള്ള അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി ഈ ഗുജറാത്ത് സുൽത്താനായിരുന്ന ബഹാദുർ ഷായോട് സഹായം അഭ്യർത്ഥിക്കുകയും അദ്ദേഹം അവിടെ വരികയും അതിനുള്ള സഹായം ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് കാണാം. പക്ഷേ അലാവുദ്ദീന് ബഹദൂർ ഷാ സഫറിന്റെ അവരുടെ സാമ്രാജ്യ താല്പര്യങ്ങൾ തിരിച്ചറിയുകയും പെട്ടെന്ന് തന്നെ ആ ഒരു സഹായാഭ്യർത്ഥനയിൽ നിന്ന് പിന്മാറുകയും ലോക്കൽ അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ദക്കൻ സൽത്തനത്തുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കുന്നതിലേക്ക് പോകുന്നുണ്ട്. കാരണം ഈ ഗുജറാത്ത് സൽത്തനത്തിന്റെ ഒരു പ്രത്യേകത ബാക്കിയുള്ള സൽത്തനത്തിനേക്കാളും കുറച്ചുകൂടെ ശക്തരായതുകൊണ്ട് ബാക്കിയുള്ള മറ്റുള്ള എല്ലാ സൽത്തനത്തുകളും ഗുജറാത്ത് സൽത്തനത്തിനെ ഒരു വെല്ലുവിളിയായി തന്നെ വലിയൊരു പവർഫുൾ ആയ ത്രെട്ട് എന്ന നിലയിൽ തന്നെയാണ് കണ്ടത്. അത് ഇദ്ദേഹവും തിരിച്ചറിഞ്ഞതോടുകൂടി അവരുടെ അലയൻസിൽ നിന്ന് മാറുന്നത് നമുക്ക് കാണാം. പിന്നീട് വരുന്നത് ദരിയ ഇമാദുൽ ഷാ എന്ന് പറയുന്ന 1526 മുതൽ നോക്കുക, 1529 മുതൽ 1562 വരെ നീണ്ട ഒരു കാലഘട്ടം, 30 വർഷമെങ്കിലും ഭരിക്കുന്ന ഒരു സുൽത്താനാണ് ദരിയ ഇമാദുൽ ഷാ. അദ്ദേഹവും ഇതുപോലെ തന്നെ അഹമ്മദ് നഗറിൽ നിന്നുള്ള നിരന്തരമുള്ള യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി
ബീജാപ്പൂർ സുൽത്താനായിരുന്ന ഇബ്രാഹിം ആദിൽ ഷായ്ക്ക് തന്റെ സഹോദരി റുബിയ സുൽത്താനെ വിവാഹം കഴിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണാം. ഈ തരത്തിലൂടെ ഒരു റീജിയണൽ ബാലൻസ്, പവർ ബാലൻസ് സൂക്ഷിക്കുവാൻ അവർക്ക് കഴിയുന്നുണ്ട്. ഇവരെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് നമുക്കറിയാം വിജയനഗര സാമ്രാജ്യത്തെയൊക്കെ പരാജയപ്പെടുത്തുന്നതൊക്കെ ചരിത്രം നമ്മൾ മുമ്പ് പഠിച്ചതാണ്. അപ്പോൾ ഈ തരത്തിൽ അവിടെ ഉണ്ടായിരുന്ന വിവിധ സൽത്തനത്തുകൾക്കെതിരെ തങ്ങൾക്ക് ശത്രുവായി വരുന്ന, അത് മുസ്ലിം ആണെങ്കിലും അതല്ല മറ്റുള്ള സൽത്തനത്ത് ഭരണകൂടങ്ങളാണെങ്കിലും മറ്റ് കൂടെയുള്ള തങ്ങൾക്ക് കഴിയുന്ന അധികാരികളെ ചേർത്ത് നിർത്തിക്കൊണ്ട്, അത് മാറ്റൽ അലയൻസുകളിലൂടെ ആവട്ടെ അല്ലെങ്കിൽ റീജിയണൽ ട്രീറ്റികളിലൂടെ, കരാറുകളിലൂടെ ആവട്ടെ, എങ്ങനെയൊക്കെയും ഒരു റീജിയണൽ ബാലൻസ് പുലർത്തുന്ന ഒരു സാഹചര്യം ദരിയ ഇമാദ് ഷായുടെ കാലഘട്ടത്തിൽ സംഭവിക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹത്തിന് മരണത്തിന് ശേഷം പിന്നീട് ഭരണം വരുന്നത് ബുർഹാൻ ഇമാദ് ഷായാണ്. 1562 മുതൽ 74 വരെയുള്ള ഒരു കാലഘട്ടമാണ്. 12 വർഷം അദ്ദേഹത്തിന്റെ ഭരിക്കുന്നുണ്ടെങ്കിൽ പോലും ബുർഹാൻ ഷായുടെ പ്രധാനപ്പെട്ട വിഷയമായിരുന്നു, വളരെ കുഞ്ഞായിരുന്ന ഒരാളാണ്. മരിച്ചതിന് ശേഷം തന്റെ മകൻ അധികാരത്തിൽ ചേർന്ന ഒരു അവസ്ഥയാണല്ലോ പൊതുവെ സൽത്തനത്തുകൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 1568 അവരുടെ പ്രധാനപ്പെട്ട ഒരു മിലിറ്ററി കമാൻഡറായിരുന്ന തുഫൈൽ ഖാൻ പട്ടാള അട്ടിമറി നടത്തുകയും അവിടെ കൊട്ടാരം മുഴുവൻ തന്റെ കീഴിലേക്ക് പിടിച്ചു വരികയും ഈ ബുർഹാനെ അധികാരത്തിൽ നിന്ന് മാറ്റി അവരുടെ പ്രധാനപ്പെട്ട കോട്ടയിൽ ഒരു കൺഫൈൻമെന്റ്, ഹൗസിംഗ് അറസ്റ്റ് എന്ന രീതിയിൽ താമസമാക്കുകയും മുഴുവൻ അധികാരം തന്റെ കയ്യിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു. അതോടുകൂടി സംഭവിക്കുന്നത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഇമാദ് ഷാഹി ഡൈനാസ്റ്റിയുടെ നേരിട്ടുള്ള അധികാരം നഷ്ടമാവുകയും തുഫൈൽ ഖാന്റെ കയ്യിലേക്ക് മറ്റൊരു മിലിറ്ററി കമാൻഡർ ആയിരുന്ന തുഫൈൽ ഖാന്റെ കയ്യിലേക്ക് അധികാരം ചെന്നെത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു മാറ്റം ഇയാൾ ഏകദേശം 74 വരെ 1568 മുതൽ 1574 വരെ കാലഘട്ടമെങ്കിലും ഈ ബെരാർ സൽത്തനത്ത് തുഫൈൽ ഖാൻ കയ്യിൽ കൊണ്ട് നടക്കുന്നുണ്ട്, അധികാരിയായി മാറുന്നുണ്ട്. പക്ഷെ ഈ ഒരു കാലഘട്ടം ചുറ്റുപാടുമുണ്ടായിരുന്ന മറ്റുള്ള ഡെക്കൻ സൽത്തനത്തിൽ വളരെ വലിയ വെല്ലുവിളിയായിട്ടാണ് കണ്ടത്. അതിന് പ്രധാനമായും അവിടെ ഉണ്ടായിരുന്ന മുർത്തസ നിസാം ഷാ, അഹമ്മദി നഗറിലെ പ്രധാനപ്പെട്ട സുൽത്താനായിരുന്നല്ലോ മുർത്തസ നിസാം ഷാഹി ഡൈനാസ്റ്റിയിലെ പ്രധാനപ്പെട്ട സുൽത്താനാണ്. അദ്ദേഹം ഈ ഒരു സാഹചര്യം മുതലെടുക്കുകയും അങ്ങനെ വലിയൊരു സൈന്യമായി വന്നുകൊണ്ട് 1574 ആ തുഫൈൽ ഖാനെയും അദ്ദേഹത്തിന്റെ മകൻ ഷംസുൽ മുൽക്കിനെയും ഇവർ തടവിലിട്ട വളരെ ചെറുപ്പക്കാരനായിരുന്ന ബുർഹാൻ ഇമാദ് ഷായെ പിടിച്ചെടുക്കുകയും അവരുടെ ഭാഗത്തേക്ക് അഹമ്മദ്നഗർ നിസാം ഷാഹി കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി അവരുടെ കോട്ടയിൽ ജയിലിലാക്കുകയും അവർ പിന്നീട് അവിടെ തന്നെ മരണമടയുകയും ചെയ്തു എന്ന് പറയുന്ന ചരിത്രം നമുക്ക് കാണാം. അതോടുകൂടി 1574 ഈ ബെരാർ സൽത്തനത്ത് ഇല്ലാതാവുകയും ബേരാർ എന്ന് പറയുന്ന പ്രദേശം നിസാം ഷാഹി ഡൈനാസ്റ്റിയുടെ ഒരു ഭാഗമായി മാറുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. അങ്ങനെ ഏകദേശം 84 വർഷം മാത്രം ഉണ്ടായിരുന്ന ഈ ഒരു ഭരണകൂടം ഇല്ലാതാവുകയും അതൊരു നിസാം ഷാഹി ഡൈനാസ്റ്റിയുടെ അഹമ്മദ് നഗർ സുൽത്താനേറ്റിന്റെ ഒരു പ്രൊവിൻസ് ആയി മാറുകയും ചെയ്ത ഒരു ചരിത്രമാണ് നമുക്ക് ഈ 1574 കാണുവാൻ കഴിയുന്നത്. പിന്നീട് ഇതാണ് അവരുടെ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി. ഇവരുടെ ഒരു എക്സ്റ്റേണൽ പോളിസിയെയും കുറിച്ചും നമുക്ക് ചെറിയ ധാരണ വേണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഓപ്പർച്യൂണിസ്റ്റിക് ആയ സാഹചര്യം മുതലാക്കിക്കൊണ്ടുള്ള മാറ്റൽ അലയൻസും സ്ട്രാറ്റജി അലയൻസും മിലിറ്ററി അലയൻസും ഒക്കെയാണ് ഇവർ ഉപയോഗിച്ചത്. അതിന് പ്രധാനമായും വിവാഹം അതിലൊരു വലിയൊരു ടൂളായി മാറുന്നത് നമുക്ക് കാണാം. നിസാം ഷാഹി ഡൈനാസ്റ്റിയുമായിട്ടുള്ള നിരന്തര യുദ്ധങ്ങൾ, അതുകൊണ്ട് തന്നെ ചുറ്റുപാടുമുള്ള സൽത്തനത്തുകളുമായി ഇവർ ബന്ധം സ്ഥാപിക്കാൻ ഇവരെ സഹായിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ വിശദീകരിച്ചുള്ള പാത്രി എന്ന് പറയുന്ന സ്ഥലം, അത് നിസാം ഷാഹി ഡൈനാസ്റ്റിയുമായി തന്നെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണല്ലോ. അപ്പൊ ആ പാത്രിക്ക് വേണ്ടിയുള്ള യുദ്ധം ഒരുപാട് നഷ്ടങ്ങൾ ചരിത്രപരമായി അവർക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് കാണാം. അതിന്റെ കൂടെ തന്നെ ഈ ഒരു കാലഘട്ടം ബോർഡർ വാർഫെയർ എന്ന് പറയുന്ന ഒരു രീതി ഇവർ സ്വീകരിക്കുന്നുണ്ട്. അതായത് അവർ ചുറ്റും കോട്ടകൾക്കെടുത്ത് ഉണ്ടാക്കി പണിഞ്ഞുകൊണ്ട് തങ്ങളുടെ ഭരണ സംവിധാനം ഉള്ളിൽ നടക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഈ നിസാം ഷാഹി ഡൈനാസ്റ്റിയുടെ നിരന്തരമുള്ള ആക്രമണം രക്ഷപ്പെടുത്താൻ വേണ്ടി ഗുജറാത്ത് സൽത്തനത്തുമായിട്ടുള്ള ബന്ധം അവർ ഉണ്ടാക്കുന്നത് ആ ഒരു താൽക്കാലിക വിജയം അവർക്ക് നൽകിയെങ്കിലും പക്ഷേ ഒരു വിദൂര ഭാവിയിൽ വലിയൊരു ശത്രുവായി മാറാമെന്ന്
അന്നുണ്ടായിരുന്ന അലാവുദ്ദീൻ ഇമാദ് ഷാ തിരിച്ചറിയുന്നതോടുകൂടി പെട്ടെന്ന് തന്നെ ആ അലയൻസ് ഇല്ലാതാക്കുന്ന ചരിത്രവും നമുക്ക് കാണുവാൻ പറ്റും. അതിന്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തുഫൈൽ ഖാനിന്റെ അധികാരം പിടിച്ചെടുക്കലും അവിടെ വളരെ ചെറുപ്പക്കാരനായിരുന്ന ബുർഹാൻ ഇമാദ് ഷായെ ജയിലാക്കുന്നതുമെല്ലാം ചുറ്റുപാടുമുള്ള ഭരണകൂടങ്ങൾക്കിടയിൽ വലിയ അസ്വസ്ഥത ഉണ്ടാക്കുകയും അവർ ഒരു തരത്തിലുള്ള ബന്ധം ഈ തുഫൈൽ ഷായുമായിട്ട് സൂക്ഷിക്കാൻ താല്പര്യം കാണിച്ചതുമില്ല. അത് ഈ ബിറാർ സൽത്തനത്തിന്റെ നാമാവശേഷമായി മാറുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറുന്നുണ്ട്. കാരണം ഒട്ടുമിക്ക ചുറ്റുപാടുമുള്ള എല്ലാ സൽത്തനത്തുകളും ഈ അധികാരം പിടിച്ചെടുക്കലിനോട് വളരെ ഗൗരവപരമായ നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആരും ആ തുഫൈൽ ഖാനെ സഹായിക്കാൻ നിന്നില്ല എന്നതാണ് ചരിത്രം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആദിൽ ഷാഹി സൽത്തനത്തുമായുള്ള വിവാഹ ബന്ധങ്ങളൊക്കെയും ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി വരുന്നു. അതൊരു ഡിപ്ലോമസിയുടെ ഒരു വിഷയമായി വരുന്നുണ്ട്. പിന്നെ ഗോൽക്കണ്ട, ബിദാർ, ഖാൻദേശ് എന്ന് പറയുന്ന ഭാഗങ്ങളുമായിട്ടുള്ള ഇവരുടെ ബന്ധം അതും ഈ തരത്തിൽ ഏറെക്കുറെയൊക്കെയും കോടിയിലായിരുന്നു എന്നും വല്ലാണ്ട് യുദ്ധങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമമായിരുന്നു ശ്രമിച്ചത്. കാരണം അഹമ്മദ് നഗർ, ബിജാപ്പൂർ സൽത്തനത്ത് ഈ രണ്ട് സൽത്തനത്തുകളുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ഇമാദ് ഷാഹി ഡൈനാസ്റ്റിക്ക് നേരിടേണ്ടി വന്നത്. എന്നാൽ അതിൽ നിന്ന് കുറച്ചും കൂടി സമാധാനം അവർക്ക് ലഭിച്ചത് ഗോൽക്കണ്ട സൽത്തനത്തിലെയും ബിദാർ സൽത്തനത്ത്, ഖാൻദേശ് സൽത്തനത്ത് ഈ സൽത്തനത്തുമായി ഏറെക്കുറെയൊക്കെ ഒരു നല്ല ബന്ധം സൂക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം ബിദാർ സൽത്തനത്ത് വളരെ ചെറിയ ഒരു സൽത്തനത്താണ്. ഖാൻദേശ് സൽത്തനത്ത് എന്ന് പറയുന്നത് ഇവിടെ ഈ മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ചുണ്ടായിരുന്ന ഏക അറബ് ഒറിജിൻ സൽത്തനത്ത് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഫാറൂഖി ഡൈനാസ്റ്റി എന്നാണ് ഇവരെ പ്രധാനമായും വിളിക്കുന്നത്. 1382 മുതൽ 1601 വരെയുള്ള കാലഘട്ടമാണ്. അത് മുഗൾ സാമ്രാജ്യം ഇവരെ പിടിച്ചെടുക്കുന്നവരെ അവർ അവിടെ ആ ഭാഗത്ത് ഭരിക്കുന്നുണ്ട്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തോട് ബന്ധമുണ്ട് എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് അവർ ഫാറൂഖി എന്നുള്ള പേര് തങ്ങളുടെ ഡൈനാസ്റ്റിക്ക് സ്വീകരിച്ചത്. ഈ ഖാൻദേശ് എന്ന് പറയുന്നത് ഖാൻമാരുടെ അധികാരമുള്ള പ്രദേശം എന്നതുകൊണ്ടാണ് ഖാൻദേശ് എന്ന് പറയുന്ന പദം അവർ ഉപയോഗിച്ചത്. ഈ ഗോൽക്കണ്ട കുത്തുബ് ഷാഹി ഡൈനാസ്റ്റിയുമായിട്ടും ബിദാറിലെ ബാരിക് ഷാഹി ഡൈനാസ്റ്റിയുമായിട്ടും ഖാൻദേശിലെ ഫാറൂഖി ഡൈനാസ്റ്റിയുമായിട്ടും ഇവർക്ക് നല്ല ബന്ധമുണ്ടായിരുന്നതായി നമുക്ക് ചരിത്രത്തിൽ കാണാം. എന്നാൽ 1574 തുഫൈൽ ഖാന്റെ അധികാരം പിടിച്ചെടുക്കുന്നതും പിന്നീട് അതുമായിട്ടുള്ള അതിനോടുള്ള ശക്തമായ എതിർപ്പ് ചുറ്റുപാടുമുള്ള പ്രാദേശിക ഭരണകൂടങ്ങൾക്കുണ്ടായതും മുർത്തസ നിസാം ഷാ അവിടെ ശക്തമായ അറ്റാക്കിലൂടെ അത് വലിയൊരു യുദ്ധം നടത്തിക്കൊണ്ട് തന്നെ തന്റെ ഇൻവേഷന് ഒരു മോറൽ ലീഗൽ ജസ്റ്റിഫിക്കേഷനും അദ്ദേഹം ഉപയോഗിക്കുന്നത് കാണാം. കാരണം ഒരു ഭരണകൂടം സ്വതന്ത്രമായി ഭരിക്കുന്നത് നല്ലതാണെന്നും എന്നാൽ അവിടെ പട്ടാള അട്ടിമറി ഉണ്ടാവുന്നത് അത് എക്സ്റ്റേണലി ചുറ്റുപാടുമുള്ള പ്രദേശത്തേക്ക് അതിന്റെ വിപത്ത് വ്യാപിക്കാൻ കാരണമാകും എന്നൊക്കെ ന്യായീകരിച്ചു കൊണ്ടും കൂടാണ് മുർത്തസ നിസാം ഷാ എന്ന് പറയുന്ന നിസാം ഷാഹി ഡൈനാസ്റ്റിയിലെ പ്രധാനപ്പെട്ട ഒരു സുൽത്താൻ ഈ പറയുന്ന ബെരാർ സൽത്തനത്തിനെ പിടിച്ചെടുക്കുന്നതും തന്റെ ഒരു പ്രൊവിൻസായി മാറ്റിയെടുക്കുകയും ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ചരിത്രം നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയി മനസ്സിലാക്കണം. ഈ തരത്തിലാണ് എക്സ്റ്റേണൽ പോളിസി അവരുടെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഇമാദ് ഷാഹി ഡൈനാസ്റ്റി വെസ്റ്റേൺ ശക്തികളുമായിട്ടുള്ള ഒരു സ്ട്രഗിളിൽ ഇടപെടുന്നത് നമുക്ക് കാണുവാൻ കഴിയില്ല. കാരണം ഇപ്പൊ നമ്മളുടെ അറക്കൽ ഡൈനാസ്റ്റി ആവട്ടെ, അല്ലെങ്കിൽ ബിജാപ്പൂർ, ഗുജറാത്ത് പോലുള്ള ഈ തീരപ്രദേശത്തെ ഡൈനാസ്റ്റികൾക്കൊക്കെയും പോർച്ചുഗീസ് ശക്തിയുമായിട്ട് നേരിട്ട് ഇടപെടേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം കോസ്റ്റൽ റീജിയൻ ഭാഗത്തെ അധികാരികളായിരുന്നത് കൊണ്ടാണ്. എന്നാൽ ഇവരുടെ ബെരാർ സൽത്തനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, അവർ ഇൻലാൻഡ് പ്രദേശമായിരുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മിലിറ്ററി ക്യാമ്പയിനുകൾ ബാക്കിയുള്ള ഡിപ്ലോമാറ്റിക് വിരുദ്ധ ശക്തികളുമായിട്ടുള്ള വല്ലാണ്ട് ഇടപെടേണ്ടി വന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത. അതിന്റെ കൂടെ തന്നെ മാരിടൈം ഇടപെടലുകൾ ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവായിരുന്നു. ഇമാദ് ഷാഹികൾ പ്രത്യേകിച്ച് നേവികൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സീ പോർട്ടുകളോ ഈ ആ മേഖലയിലുള്ള ഡയറക്റ്റ് കച്ചവട മിലിറ്ററി ഇടപെടലുകളൊന്നും ഇവർക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു വൈദേശിക ശക്തികളുമായിട്ട് പ്രത്യേകിച്ച് പോർച്ചുഗീസുമായിട്ടൊന്നും യുദ്ധത്തിനൊന്നും ഇടപെടേണ്ട ഒരു സാഹചര്യം അവർക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് അവരുടെ ഒരു ഭൂമിശാസ്ത്രപരമായ ഒരു വസ്തുതയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ കൂടെ നമ്മൾ മറ്റുള്ള സൽത്തനത്തുകളെ കുറിച്ച് സംസാരിച്ചതുപോലെ
ഈ നോൺ മുസ്ലിം, അതായത് വളരെ മൈനോറിറ്റി ആണെങ്കിൽ പോലും നമ്മൾ ബീജാപ്പൂർ, നിസാം ഷാഹി, ആദിൽ ഷാഹി ഡൈനാസ്റ്റികളെ പോലെ തന്നെ ഇവരും ഒരു നോൺ മുസ്ലിം ഭരണാധികാരികളാണല്ലോ. എന്നാൽ അതേ സൽത്തനത്തുകളുടെ രീതി ഇവരും പിന്തുടരുന്നത് കാണാം. ഇതെല്ലാം അവർ പകർത്തിയെടുക്കുന്നത് ബഹ്മനി സൽത്തനത്തിന്റെ ഒരു രീതികളിലൂടെയാണ്. കാരണം അവിടെ ഉണ്ടായിരുന്ന പട്ടേൽ, ദേശ്മുഖ്, കുൽക്കർണി അടക്കമുള്ള വിവിധ ഉയർന്ന പ്രാദേശികപരമായ നേതൃത്വത്തെ ഉപയോഗിച്ചുകൊണ്ട് വളരെ പൊളിറ്റിക്കൽ പ്രായോഗികവാദത്തിലൂടെ അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ക്വാളിറ്റി ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന സാമൂഹ്യ സാംസ്കാരിക ഒരു സമന്വയം അവർക്ക് രൂപപ്പെടുത്തുവാൻ കഴിഞ്ഞതായി നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഇദ്ദേഹത്തിന്റെ തന്നെ, അതായത് നമ്മൾ ഫതഹുള്ള ഇമാദുൽ മുൽക്കിന്റെ അല്ലെങ്കിൽ ഇമാദുൽ ഷായുടെ അതിന്റെ ഒറിജിൻ ഒരു ബ്രാഹ്മിൻ ഹിന്ദു ഹെറിറ്റേജുമായി തന്നെ ബന്ധപ്പെട്ടതാണല്ലോ. ആ ഒരു പശ്ചാത്തലം ഉള്ളത് കൊണ്ട് തന്നെ ആ ലോക്കൽ ഭാഗത്ത് തങ്ങളിൽ നിന്ന് ഒരു വിരുദ്ധനായ വരത്തനായ ഒരാൾ, വിദേശിയായ ഒരാൾ എന്ന് പറയുന്ന ഒരു ബോധം ലോക്കൽ ജനങ്ങൾ ഇദ്ദേഹത്തോട് കാണിച്ചിരുന്നില്ല. അതുമാത്രമല്ല, ഇദ്ദേഹവും തന്റെ ജനങ്ങൾ എന്ന രീതിയിലുള്ള കാഴ്ചപ്പാട് പൊതുജനങ്ങളോടും കാണിച്ചിരുന്നത് കൊണ്ട് വളരെ ഏറെക്കുറെയൊക്കെ സമാധാനമായ ഒരു സാഹചര്യം ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളൊരു അവരുടെ സഹായത്തോടു കൂടി തന്നെ ലാൻഡ് സർവേകളും ലോക്കൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും അഗ്രികൾച്ചർ ടാക്സുകൾ നേടിയെടുക്കുവാനും എല്ലാം അവരുടെ സഹായം ഉപയോഗപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ പറ്റും. ഈ ഓരോ വില്ലേജുകൾക്കും സ്വതന്ത്രമായ ഒരു ഓട്ടോണോമി നൽകിക്കൊണ്ട് അവരുടെ കാസ്റ്റ് പഞ്ചായത്തുകളാവട്ടെ, അവരുടെ ട്രഡീഷണൽ കസ്റ്റമറി ലോസിനെയൊക്കെയും പരമാധികാരം നൽകിക്കൊണ്ട് വല്ലാണ്ട് ഇടപെടാതെ, അനാവശ്യമായി ഇടപെടാതെ സ്വതന്ത്രമായ ഒരു ഭരണ സംവിധാനം രൂപപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ പറ്റും. ഇതൊക്കെയും ഏറെക്കുറെ നോക്കുകയാണെങ്കിൽ ഉസ്മാനി ഖിലാഫത്തിന്റെ ചരിത്രത്തിലെ മില്ലത്ത് സിസ്റ്റം എന്ന് പറയുന്ന സംവിധാനമുണ്ട്. അതായത് ഓരോ നാട്ടിലെയും അവിടെ ക്രിസ്ത്യൻസ്, യഹൂദന്മാര്, വിവിധ എത്നിക് ഗ്രൂപ്പുകൾ, അവരുടെ എല്ലാം പ്രധാനപ്പെട്ട ഒരു നേതാവിനെ ഉസ്മാനി ഖിലാഫത്തിന്റെ ദർബാറിലേക്ക് എത്തുകയും അതുവഴി ആ മില്ലത്തുകളെ, ആ സമൂഹത്തിന്റെ ഭരണത്തിന്റെ ഒരു ഏകീകരണം നടപ്പിലാക്കുന്ന രീതിയായിരുന്നു അന്ന് ഉസ്മാനി ഖിലാഫത്ത് സ്വീകരിച്ചത്. അതിന് മില്ലത്ത് സിസ്റ്റം എന്നാണ് പറയുക. അതുപോലെയുള്ള ഒരു ലോക്കൽ സംവിധാന രീതിയാണ് ഈ പറയുന്ന ദക്കൻ സൽത്തനത്തുകളെല്ലാം സൗത്ത് ഇന്ത്യയിൽ സ്വീകരിച്ചതായി നമുക്ക് ചരിത്രത്തിൽ കാണാം. ഇവരെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മിലിറ്ററി റിക്രൂട്ട്മെന്റ് ഉണ്ടാവുന്നുണ്ട്. അവരുടെ കഴിവ്, മെറിറ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ശക്തമായ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളെ കൊണ്ടുവരുന്നുണ്ട്. എന്നാലും പേർഷ്യൻ, തുർക്ക്, അബസീനിയൻ വിഭാഗത്തിലുള്ള ആൾക്കാർ പ്രധാനപ്പെട്ട അധികാരം വഹിച്ചിരുന്നെങ്കിൽ പോലും ഈ ഫുഡ് സോൾജേഴ്സ്, അതുപോലെ തന്നെ കാലാൽപ്പട, അതുപോലെ ഈ പ്രധാനപ്പെട്ട ഫോർട്ടുകൾ സംരക്ഷിക്കുന്ന ജോലി, അതൊക്കെ ലോക്കലിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പട്ടാളക്കാരാൽ നടത്തപ്പെട്ടതാണ്. അതിന്റെ കൂടെ തന്നെ മഹാരാഷ്ട്രയിലാണ് ഇവരുള്ളത് കൊണ്ട് തന്നെ മറാഠ ജനവിഭാഗങ്ങളുടെ ആ ഒരു പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടും നേടിയെടുക്കുന്നതിൽ ഇമാദ് ഷാഹി ഡൈനാസ്റ്റി വിജയിച്ചിരുന്നു. അവരിലെ പ്രധാനപ്പെട്ട പടയാളികളെ തങ്ങളുടെ ഭരണ സംവിധാനത്തിലേക്കും മിലിറ്ററിയിലേക്കും ഉപയോഗപ്പെടുത്തുന്നതിൽ അദ്ദേഹം കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ അവർക്കിടയിൽ ഒരു മതസൗഹാർദ്ദം നിലനിർത്തുവാനും ഈ സൂഫി പണ്ഡിതന്മാരുടെ സഹായത്തോടു കൂടി തന്നെ അവിടെ ഉണ്ടായിരുന്ന ഹിന്ദു ഭക്തി മൂവ്മെന്റിന്റെ ആൾക്കാരെയും അതിലെ പ്രധാനപ്പെട്ട സന്യാസിമാരുടെയൊക്കെയും ഒരു ടോളറന്റായ, സഹിഷ്ണുതാപരമായ ഒരു സഹവാസം രൂപപ്പെടുത്തുവാൻ ഈ ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അവരുടേതായ മത സ്വാതന്ത്ര്യം നൽകുകയും അവരുടേതായ മതസ്ഥാപനങ്ങൾക്ക് വേണ്ട രീതിയിൽ സമ്പത്തും താരിഫും ഗ്രാൻഡും നൽകിക്കൊണ്ട് സംരക്ഷിക്കുന്ന ഒരവസ്ഥ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിലും കാണാം. അങ്ങനെ അവരുടെ ഒരു പൊതുവായ രീതി, പ്രത്യേകിച്ച് അവരുടെ ഒരു പ്രശ്നങ്ങളിൽ ഇടപെടാതെ തന്നെ അവരുടെ സാന്നിധ്യവും സഹായവും ഉപയോഗിച്ചുകൊണ്ട് തന്നെ പ്രാദേശിക ഭരണം നിലനിർത്തുക എന്ന രീതിയാണ് ഇമാദ് ഷാഹി ഡൈനാസ്റ്റിയും ഈ കാലഘട്ടത്തിൽ സ്വീകരിച്ചത്. അതുപോലെ തന്നെ ഇവരുടെ ഒരു ആർട്ട്, കൾച്ചർ, ആർക്കിടെക്ചർ ഇതിൽ വലിയൊരു പ്രധാന ഭാഗമായി ഈ ഒരു കാലഘട്ടത്തിൽ മാറുന്നുണ്ട്. കാരണം നമ്മൾ നേരത്തെ വിശദീകരിച്ചതുപോലെ അഹമ്മദ് നഗർ, ഗുജറാത്ത് പോലുള്ള സൽത്തനത്തിൽ നിന്ന് ശക്തമായ നിരന്തരമുള്ള അറ്റാക്ക് നേരിടുന്നത് കൊണ്ട് മിലിറ്ററി ആർക്കിടെക്ചർ എന്നതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നമുക്ക് കാണാം. ഗാവൽഗാളിലെ ഫോർട്ട് ഇതിന്റെ പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. അത് സ്റ്റോൺ മേസണറി ഉപയോഗിച്ചുകൊണ്ട് തന്നെ
മലകളിൽ അല്ലെങ്കിൽ കല്ലിൽ കൊത്തിയെടുത്ത പ്രധാനപ്പെട്ട ഗേറ്റ്വേകൾ അവിടെ ഉണ്ട്. അവരുടെ സ്ട്രാറ്റജിക് ബാസ്റ്റൺസ് നമുക്ക് അവിടെ കാണാം. ഗൺ പൗഡറിന്റെ ആർട്ടിലറി നമുക്ക് സൃഷ്ടിക്കുന്ന രീതിയിൽ അവർക്ക് കാണാം. ഇത്തരത്തിലുള്ള ഒരു ഫോർട്ട് കോംപ്ലക്സ് തന്നെ അവരുണ്ടാക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ജുമാ മസ്ജിദ് പോലുള്ള ജാമ്യ മസ്ജിദ് പോലുള്ള സ്ട്രക്ചറുകളും ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ ഒരു ആർക്കിടെക്ചർ എന്ന നിലയിൽ ഈ ഒരു കാലഘട്ടത്തിൽ കാണാം. മറ്റൊന്നാണ് നർനാള ഫോർട്ട്, അതുപോലെ തന്നെ വാട്ടർ മാനേജ്മെന്റ് സിസ്റ്റം. ഇതെല്ലാം ഈ ഒരു കാലഘട്ടത്തിൽ ആർക്കിടെക്ചർ എന്ന നിലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. പ്രത്യേകിച്ച് അവരുടെ ഡൽഹി ദർവാസ, ഷഹനൂർ ദർവാസ എന്ന പേരുള്ളതും, അതുപോലെ തന്നെ അഷ്ടകമാൽ എന്ന് വിളിക്കപ്പെടുന്ന ഒരു താമരയുടെ രൂപത്തിലുണ്ടാകുന്ന സ്ട്രക്ചറും, അത് അവിടെ തന്നെ കാലിഗ്രഫിക് പാനലുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ ഇസ്ലാമിക് ജിയോമെട്രിക് ഡിസൈൻ ഉണ്ടാക്കുന്ന ഒരു സംവിധാനം, ഇതെല്ലാം ഒരു ആർട്ടിന്റെയും കൾച്ചറിന്റെയും ഭാഗമായി വികസിക്കുന്ന ഒരു കാലവുമായി നമുക്ക് കാണാം. വളരെ ഈ തരത്തിൽ ചെറിയൊരു പ്രദേശമാണെങ്കിലും ആ ഒരു കാലഘട്ടത്തിൽ തന്നെ വളരെ സുന്ദരമായ ഇസ്ലാമിക് ആർട്ട്, ഇൻഡോ ഇസ്ലാമിക് ആർട്ടിന്റെ ഒരു സമന്വയം ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ദൃശ്യമാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഭാഷാടിസ്ഥാനത്തിലുള്ള ഇവരുടെ ഒരു വികസന രൂപം, സാഹിത്യവുമായി ബന്ധപ്പെട്ട കാര്യം. നമുക്കറിയാം, ഇതൊരു ആദിൽ ഷാഹി ഡൈനാസ്റ്റി അല്ലെങ്കിൽ ബീജാപ്പൂർ നിസാം ഷാഹി ഡൈനാസ്റ്റിയെയും ബഹ്മൻ ഡൈനാസ്റ്റി ഒക്കെ പോലെ തന്നെയും ഇവരുടെ അധികാര വൃത്തത്തിൽ മൾട്ടി എത്നിക് മൾട്ടി ലിംഗ്വൽ ഗ്രൂപ്പ് ആണല്ലോ ഉള്ളത്. അതായത് പേർഷ്യൻ, തുർക്കിഷ്, അറബ് പശ്ചാത്തലത്തിലുള്ള ആൾക്കാര് ഓഫീസേഴ്സ് ആയിട്ടും ഭരണാധികാരിയായിട്ടും ഉണ്ടെങ്കിൽ ലോക്കൽ ഭാഷയിൽ ദക്ഷിണി ഉറുദുവും മറാത്തിയുമായിരുന്നല്ലോ ധാരാളം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള ഭാഷാപരമായ ഒരു ബഹുസ്വരത ഒരുപാട് കവിതകൾ രൂപപ്പെടുന്നതിലും ഫോക്ലോർ ലിറ്ററേച്ചറിന്റെ വളർച്ചയും ഒക്കെ ഉണ്ടാകുന്നതിന് പ്രധാനമായി സഹായമാവുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഇമാദ് ഷാഹി ഡൈനാസ്റ്റി അവർ പുറത്തുനിന്നുള്ള കവികൾക്കും എഴുത്തുകാർക്കും മതപണ്ഡിതന്മാർക്കുമെല്ലാം വലിയ തോതിലുള്ള ഒരു സംരക്ഷണവും സഹായവും ഉറപ്പുവരുത്തുന്നത് നമുക്ക് കാണാം. ഇവരുടെ സാന്നിധ്യം സൗത്ത് ഇന്ത്യയിലെ ദഖനി കൾച്ചറൽ ഐഡന്റിറ്റിയുടെ രൂപീകരണത്തിന് വലിയൊരു സഹായമായി മാറുന്നുണ്ട്. നമ്മൾ നേരത്തെ വിശദീകരിച്ച പോലെ കാലിഗ്രഫി, എപ്പിഗ്രാഫി, സ്ക്രിപ്റ്റ് ഇവല്യൂഷൻ ഒക്കെ ഈ കാലത്തിൽ ഒരുപാട് വലിയ വികാസം ഉണ്ടാവുന്നുണ്ട്. പ്രത്യേകിച്ച് നസ്ഖ്, സുലൂസ്, ഷിഖസ്ത അറിയപ്പെടുന്ന അറബിക് കാലിഗ്രഫി രീതികളൊക്കെ ഈ കാര്യത്തിൽ ഒരുപാട് വലിയ വളർച്ച ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ഖുർആന്റെ മാനുസ്ക്രിപ്റ്റ് കൾച്ചർ, എഴുതി വളരെ കളർഫുള്ളായ രീതിയിൽ അക്ഷരാർത്ഥത്തിൽ സ്വർണ്ണലിപികളാൽ എഴുതപ്പെടുന്ന ഖുർആാനിക കോപ്പികളും മറ്റു പല പേർഷ്യൻ ലിറ്റററി മാനുസ്ക്രിപ്റ്റുകളൊക്കെയും ഈ ഒരു കാലഘട്ടത്തിൽ വളരുന്നത് നമുക്ക് കാണുവാൻ പറ്റും. അതിന്റെ കൂടെ തന്നെ ഇവരുടെ ഇസ്ലാമിലേക്കുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഇതല്ലാതെ തന്നെ, അതായത് ആർട്ടിന്റെയും ആർക്കിടെക്ചറിന്റെയും കൾച്ചറിന്റെയും വിഷയമല്ലാതെ തന്നെ ഇസ്ലാമിക് വിജ്ഞാന മേഖലയിൽ ധാരാളം സംഭാവനകൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാവുന്നുണ്ട്. അതിന് പ്രധാനമായ കാരണം സൂഫി പണ്ഡിതന്മാരുടെ ദഅവത്തിന്റെ പ്രബോധനത്തിന്റെ ഒരു മേഖല വളരെ വിശാലമായിരുന്നു. അധികാരികളുടെ തന്നെ സഹായത്തോടുകൂടിയും സംരക്ഷണത്തോടുകൂടിയും അവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രബോധന പ്രവർത്തനങ്ങൾ വളരെ സുന്ദരമായും സ്വതന്ത്രമായും നടന്ന ഒരു കാലഘട്ടമാണ്. ഇവരുടെ വരവും, പ്രത്യേകിച്ച് ഹനഫി മദ്ഹബ് പോലുള്ള മറ്റുള്ള മദ്ഹബുകളുടെ വരവും ഈ പ്രാദേശിക മേഖലയിൽ ഫിഖഹിന്റെ, ഇസ്ലാമിക് ജൂറിസ്പ്രുഡൻസിന്റെ ഒരു ഇന്റഗ്രേഷൻ വലിയൊരു തോതിൽ നടക്കുന്നത് നമുക്ക് കാണുവാൻ പറ്റും. അതുകൊണ്ട് തന്നെ പ്രീഡൊമിനന്റ്ലി ഹിന്ദു ഭൂരിപക്ഷമായ ഈ ഭാഗത്ത് ഇസ്ലാമിന്റെ ഒരു വളർച്ച ഉണ്ടാവുന്നതും വൈജ്ഞാനികപരമായ വളർച്ച ഉണ്ടാവുന്നതുമൊക്കെയും ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കാണാം. ഖാൻഗാഹുകൾ, സൂഫി പണ്ഡിതന്മാർക്ക് വേണ്ടി പ്രത്യേകമായി ചിഷ്തി ഖാദിരി വിഭാഗത്തിൽപ്പെട്ട സൂഫി പണ്ഡിതന്മാർ, നിങ്ങൾ സൗത്ത് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം ചിഷ്തി ഖാദിരി ദർഗകളാണ്, അവരുടെ മക്ബറകളാണ്. പ്രത്യേകിച്ച് ഇവിടെ ഉണ്ടായിരുന്ന ദക്കൻ സൽത്തനത്തുകളെല്ലാം കൂടുതൽ പ്രാമുഖ്യം കൊടുത്തത് ചിഷ്തി, ഖാദിരി, സൂഫി വിഭാഗങ്ങളെയാണ്. അവരുടെ പണ്ഡിതന്മാർക്ക് ടാക്സ് ഫ്രീ ആയിട്ടുള്ള എൻഡോമെന്റുകൾ നൽകുന്നത് നമുക്ക് കാണാം. അവരുടെ പണ്ഡിതന്മാർ താമസിക്കാൻ പറ്റുന്ന ഖാൻഖാഹുകൾ പ്രത്യേകിച്ച് എലജ്പൂരിലും മാഹൂറിലും ഒരുപാട് ഭാഗങ്ങളിൽ നമുക്ക് കാണാം. അതിന്റെ കൂടെ തന്നെ ഇവരുടെ സ്ഥാപനങ്ങളിൽ ഒരു വെൽഫെയർ സംവിധാനം എന്ന നിലയിലെ ഒരു അസൈലം പോലുള്ള അല്ലെങ്കിൽ സറായ് എന്ന് വിളിക്കപ്പെടുന്ന സത്രം പോലുള്ള സംവിധാനങ്ങൾ രൂപപ്പെടുകയും അവർക്ക് ഫ്രീ ഫുഡ് സംവിധാനങ്ങൾ ഉണ്ടാവുകയും യാത്രക്കാർക്കൊക്കെയും എല്ലാവർക്കും ഒരു താമസ സൗകര്യം എന്ന നിലയിൽ സത്രങ്ങൾ രൂപപ്പെടുന്നതൊക്കെയും ഈ കാലത്തിലുണ്ട്.
അവർക്ക് മെഡിക്കൽ കെയർ ഉണ്ടാവുന്നു, പ്രൈമറി എഡ്യൂക്കേഷൻ ലോക്കൽ പോപ്പുലേഷൻ, അത് അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും പരിഗണിക്കാതെ, അത് മുസ്ലിം ആണോ നോൺ മുസ്ലിം ആണോ എന്ന് പരിഗണിക്കാതെ തന്നെ എല്ലാവർക്കും ഒരു എഡ്യൂക്കേഷൻ എത്തുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഈ കാലഘട്ടത്തിൽ അവർ ചെയ്തിരുന്നു. അപ്പൊ ഇതൊക്കെയും ഒരു ഇസ്ലാമിക ഓറിയന്റേഷന്റെ അടിസ്ഥാനത്തിലാണ്, സൂഫി പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലാണ് ഇതെല്ലാം നടന്നത്. അതിന്റെ കൂടെ ഈ ഖാൻഖാകള്, ദർഗ, മക്ബറ എന്നതിനേക്കാളും അപ്പുറം പള്ളികളുടെയും അതിനോട് വലിയ തരത്തിലുള്ള ഈദ്ഗാഹ് പോലുള്ള വലിയ ഇൻഫ്രാസ്ട്രക്ചറിന്റെയും വളർച്ച അല്ലെങ്കിൽ രൂപീകരണം, അതിന്റെ ഒരു വികാസം ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാം. നമ്മൾ നേരത്തെ വിശദീകരിച്ചതുപോലെ ഫിഖഹിന്റെ, പ്രത്യേകിച്ച് ഹനഫി ഫിഖഹിന്റെയും മറ്റു പല ഫിഖഹിലെ പണ്ഡിതന്മാരുടെയും അവരെ ഹാർദവമായി സ്വീകരിക്കുകയും അവരെ ഖാളി മുഫ്തികളാക്കുകയും ജഡ്ജികളാക്കി മാറ്റുകയും അവരുടെ ഈ ചുറ്റുപാടുമുള്ള മുസ്ലിങ്ങളുടെ അവരുടെ വൈജ്ഞാനിക, വൈവാഹിക, കുടുംബ, സാമൂഹിക ജീവിതങ്ങളുടെ നേതൃത്വം ഇവരെ ഏൽപ്പിക്കുകയും അവർക്ക് ആവശ്യമായ തരത്തിലുള്ള വഖഫ് സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതൊക്കെ നമുക്ക് ഈ ഇമാദ് ഷാഹി ഡൈനാസ്റ്റിയുടെ ചരിത്രത്തിൽ കാണാം. നേരത്തെ പറഞ്ഞതുപോലെ ലോക്കൽ തരത്തിലേക്ക് എല്ലാവർക്കും എഡ്യൂക്കേഷൻ എത്തുന്ന രീതിയിൽ സംവിധാനം ഒരുക്കിയതുപോലെ തന്നെ മദർസകളുടെ വളർച്ച ഇസ്ലാമിക വൈജ്ഞാനിക മേഖലയിൽ അത് ശരിയായ ഒരു സംവിധാനം ഉണ്ടാക്കുക എന്ന അർത്ഥത്തിൽ മദർസകൾ ധാരാളം പണിയുകയും അവിടെ അറബി ഭാഷ, ഗ്രാമർ, ഖുറാനിക തഫ്സീറുകൾ, ഹദീസ് സ്റ്റഡീസ്, ഫിഖ്, ഇസ്ലാമിക് ജൂറിസ്പ്രുഡൻസ് എന്നീ കാര്യങ്ങളുടെ ഒരു ഊന്നൽ കൊടുത്തുകൊണ്ട് മദർസകളുടെ രൂപീകരണവും വളർച്ചയും ഈ കാലഘട്ടത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആവശ്യത്തിന് വേണ്ടി നിരവധി പണ്ഡിതന്മാർ, കാലിഗ്രാഫേഴ്സ്, കവികൾ അറബ് ഇസ്ലാമിക ലോകത്തിൽ നിന്ന് ഇങ്ങോട്ട് വരികയും അത് ഇമാദ് ഷാഹി സൽത്തനത്തിന്റെ ദർബാറിനെ വളരെ കളർഫുൾ ആയ, ഇന്റലക്ച്വലി ഡൈനാമിക് ആയ, അതുപോലെ തന്നെ വലിയ ആഗോളതരത്തിലുള്ള ഇസ്ലാമിക ലോകവുമായി നിരന്തരം ബന്ധം പുലർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിന് സഹായിക്കുന്നത് നമുക്ക് കാണാം. അതിന്റെ കൂടെ തന്നെ ലോക്കൽ ജനതയുമായിട്ടുള്ള ഈ സൂഫികളുടെ ബന്ധം, ഇവിടുത്തെ ഹിന്ദു ജനതയുമായിട്ട് വളരെ ഇടപഴകി ജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വളരെ റെസ്പെക്ട്ഫുൾ ആയ ഒരു കോ എക്സിഡൻസ്, സഹവർത്തിത്വ ജീവിതം നമുക്ക് കാണാം. ദക്ഷിണി ഉറുദുവിടെ വളർച്ചയും മറാത്തി ഭാഷയുടെയും ഒരു അസിമുലേഷൻ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ കാണാം. വിവിധ സൂഫികളുടെ വരവും ആ സൂഫികളെ സന്ദർശിക്കാൻ എല്ലാ മതക്കാരുടെയും ഒരു സാന്നിധ്യവും ഈ ഒരു കാലഘട്ടത്തിൽ ഇമാദ് ഷാഹി ഡൈനാസ്റ്റിയുടെ ഒരു മത പശ്ചാത്തലത്തെ സമ്പന്നമാക്കുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ പറ്റും. ഇങ്ങനെയൊക്കെയാണ് ഇമാദ് ഷാഹി ഡൈനാസ്റ്റി വളർന്നതും വികസിച്ചതും ജനങ്ങൾക്കിടയിൽ ഒരു പോസിറ്റീവായതല്ല, അതായത് അവരുടെ ജനങ്ങൾക്കിടയിൽ ഒരു പോസിറ്റീവായ ഒരു ഇമേജ് സൃഷ്ടിക്കാൻ സാധിച്ചത്. എന്നാൽ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയുടെ ഒരു ചർച്ച എന്ന് പറയുന്നത് ഭരണകൂടങ്ങളുടെ അധികാരത്തിന്റെ ചർച്ചയിലൂടെയാണല്ലോ. അപ്പോൾ അവരിൽ കുഴപ്പങ്ങൾ സംഭവിക്കുന്നതോടുകൂടി സ്വാഭാവികമായും അത് പരാജയത്തിലേക്കും തകർച്ചയിലേക്കും നയിക്കുമെന്ന് നമുക്കറിയാം. നമ്മൾ നേരത്തെ പറഞ്ഞ തുഫൈൽ ഖാന്റെ അധികാരം പിടിച്ചെടുക്കലും, ഈ തുഫൈൽ ഖാന്റെ അധികാരം പിടിച്ചെടുക്കുന്നതോടുകൂടി തന്നെ അയാളുടെ റോയൽ ലെജിറ്റിമസി മുഴുവൻ, ഇമാദ് ഷാഹി ഡൈനാസ്റ്റിയുടെ മുഴുവൻ റോയൽ ലെജിറ്റിമസി ഇല്ലാതാവുകയും പിന്നീട് ഒരു ചുറ്റുപാടുമുള്ള ഭരണകൂടങ്ങൾ ഇദ്ദേഹത്തെ ഒരു അധികാരം പിടിച്ചെടുത്തതെന്ന് പറയുന്ന ഇമേജായി മാത്രം കാണുകയും അയാളെ ആരും സഹായിക്കാതിരിക്കുകയും ചെയ്തതോടുകൂടി ഈ തുഫൈൽ ഖാനെതിരെയുള്ള മുഗൾ ഡൈനാസ്റ്റിയുടെയും അതിനു മുമ്പ് അഹമ്മദ് നഗർ സൽത്തനത്തിന്റെയും അറ്റാക്ക് ഉണ്ടായപ്പോൾ ചുറ്റുപാടുമുള്ള ഒരു സൽത്തനത്തും സഹായിക്കാതിരുന്നതും ഈ ബെരാർ സൽത്തനത്തിന്റെ തകർച്ചയുടെ പ്രധാന കാരണമായി നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ പറ്റും. അത് മുർത്തസ നിസാം ഷാഹിന്റെ കയ്യിലൂടെയാണല്ലോ അത് സംഭവിക്കുന്നത്. പിന്നീട് 1574 ഈ അനക്സേഷൻ, അതായത് ബെരാർ സൽത്തനത്തെ നിസാം ഷാഹി ഡൈനാസ്റ്റി വളരെ ശക്തിപൂർവ്വം പിടിച്ചെടുക്കുന്നതോടുകൂടി അവരുടെ ചരിത്രം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ എന്നാലും ബെരാർ എന്ന് പറയുന്ന സ്ഥലം പിന്നീട് ബാക്കിയാവുന്നുണ്ട്. അവർ ആ ഭാഗം വളരെ അഗ്രികൾച്ചറലിന്റെ അതുപോലെ തന്നെ കാർഷിക വിളകളാൽ സമ്പന്നമായതുകൊണ്ടും ധാരാളം ഫോർട്ടുകൾ ഉള്ളതുകൊണ്ടും മുഗൾ സൽത്തനത്തിന്റെ കണ്ണ് പ്രത്യേകം ബെരാർ സൽത്തനത്തിലേക്ക് വരുന്നത് നമുക്ക് കാണാം. അത് 1596 മുതൽ 1636 വരെയുള്ള കാലഘട്ടം ഈ ഒരു യുദ്ധത്തിന്റെ പശ്ചാത്തലമാണ്. മുഗൾ സൽത്തനത്ത് ബീജാപ്പൂർ ചുറ്റുപാടുള്ള സൽത്തനത്തിൽ പിടിച്ചെടുക്കുന്ന പശ്ചാത്തലത്തിൽ ബെരാർ സൽത്തനത്തിന്റെ കീഴിലുണ്ടായിരുന്ന പ്രദേശങ്ങളുടെ ഒരു വളർച്ച നേരിട്ട് കാണുകയും അത് ഒരു ഇമ്പീരിയൽ താല്പര്യം എന്ന നിലയിൽ വളർത്തിക്കൊണ്ടുവരികയും ആ പ്രദേശത്തേക്ക്
ശക്തമായ അറ്റാക്ക് അയച്ചുവിടുകയും ചെയ്യും നമുക്ക് കാണാം. പ്രത്യേകിച്ച് അക്ബറിന്റെ കാലഘട്ടത്തിൽ 1590-കളിൽ അത് സംഭവിക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന അഹമ്മദ് നിസാം ഷാഹി ഡൈനാസ്റ്റിയുടെ പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരിയായിരുന്നല്ലോ ചാന്ദ് ബീബി, രാജ്ഞിയായിരുന്നു. അവർ ശക്തമായി ഡിഫൻസീവ് മെക്കാനിസം ഉപയോഗിച്ചെങ്കിൽ പോലും പക്ഷേ അക്ബറിന്റെ സൈന്യത്തെ തകർക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ 1596-ൽ ബേരാർ എന്ന് പറയുന്ന പ്രദേശം മുഗൾ സാമ്രാജ്യം മുഴുവനായും പിടിച്ചെടുക്കുന്നു. പിന്നീട് അവിടെ മറ്റു ചില പ്രദേശങ്ങൾ ഷാജഹാന്റെ കാലഘട്ടത്തിൽ 1636-ൽ ആ പ്രദേശങ്ങളെല്ലാം ഷാജഹാന്റെ കാലഘട്ടത്തിലാകുമ്പോഴത്തേക്ക് മുഴുവൻ തന്റെ കയ്യിലേക്ക് വരികയും അത് മുഗൾ സൽത്തനത്തിന്റെ ഒരു വളരെ ഔദ്യോഗികമായ ഒരു പ്രൊവിൻസായി രൂപപ്പെടുകയും അതോടുകൂടി ബഹ്മനി സൽത്തനത്തിൽ നിന്ന് തുടങ്ങി ബേരാർ സൽത്തനത്തിന്റെയും നിസാം ഷാഹി സൽത്തനത്തിന്റെയും ചരിത്രം ഉറങ്ങുന്ന ഈ ബേരാർ എന്ന് പറയുന്ന പ്രദേശം അത് മുഴുവനായും മുഗൾ സൽത്തനത്തിന്റെ ഒരു പ്രവിശ്യയായി മാറുന്നതോടുകൂടി ഈ നിസാം ഈ പറയുന്ന ഇമാദ് ഷാഹി ഡൈനാസ്റ്റിയുടെ ചരിത്രം ഇല്ലാതാവുകയും പിന്നീട് അത് മുഗൾ സൽത്തനത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമായി തീരുകയും ചെയ്തു. ഇതാണ് നമുക്ക് ഈ ഇമാദ് ഷാഹി ഡൈനാസ്റ്റിയുടെ ചരിത്രം എന്ന് പറയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ 84 വർഷം നീണ്ടു നിൽക്കുന്ന 1490 മുതൽ 1574 വരെയുള്ള വളരെ പ്രബലമായ ഈ ഒരു കാലഘട്ടത്തിൽ ഈ സൗത്ത് ഇന്ത്യൻ ഭാഗത്ത് മഹാരാഷ്ട്രയുടെയും ചുറ്റുപാടുമുള്ള ഭാഗം ഭരിച്ചിരുന്ന ബേരാർ സൽത്തനത്ത് അവരുടെ പ്രാദേശികവാസികൾക്കും പിന്നീട് മുസ്ലിം ചരിത്ര വിഷയങ്ങളിലും ഇസ്ലാമിക വൈജ്ഞാനിക കാര്യങ്ങളിലും ഒരുപാട് കോൺട്രിബ്യൂഷൻ നൽകിയ ഒരു സൽത്തനത്തായിട്ടും ഏറെക്കുറെ തന്നെ അവിടെ ഉണ്ടായിരുന്ന നോൺ മുസ്ലിം സബ്ജക്റ്റുകളുമായി സഹവർത്തിത്വത്തിലൂടെ ജീവിച്ച അവരുടെ സഹായത്വത്തിലൂടെ തന്നെ ഈ ബേരാർ സൽത്തനത്ത് അതിജീവിച്ച ഒരു ചരിത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ ഓർമ്മകളാണ് നമുക്ക് ഇമാദ് ഷാഹി ഡൈനാസ്റ്റി ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും.